ഭാഷാ സംബന്ധിയായിട്ടുള്ള യാതൊരു ആർഭാടങ്ങളും കൂടാതെ സ്നേഹ സാഹോദര്യ സൗഹൃദ ബുദ്ധിയോടുകൂടി പോകാൻ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. ഒട്ടും വ്യക്തിപരമെന്ന് തോന്നുമായിരിക്കും. നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. വ്യക്തിപരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ജംബീരപാക തൈലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ ചൊല്ലുന്ന അജാമിള മോക്ഷത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നൈരാശ്യത്തെയോ സന്തോഷത്തെയോ അതല്ലെങ്കിൽ എൻ്റെ മനോഭാവത്തെയോ മാനസികാവസ്ഥയെയോ കുറിച്ചുള്ള വർണ്ണനയോ ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് വ്യക്തിപരമാവുന്നത്. ഈ സമൂഹത്തിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ എന്നിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമെന്ന് ദയവായിട്ട് നിങ്ങൾ കാണരുത്. അതിനെ അങ്ങനെ ചുരുക്കി മനസ്സിലാക്കുകയും ചെയ്യരുത് എന്ന് പറയുന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ സംസാരം തുടങ്ങാം. ഇൻട്രോ ഇല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാനിവിടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള മനുഷ്യർ എന്തെങ്കിലും സംസാരിച്ചതുകൊണ്ട് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള വിചാരത്തോടു കൂടിയോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയോടുകൂടിയോ അല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ സാമൂഹ്യ ജീവി എന്ന നിലയിൽ സമൂഹത്തോടുള്ള നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഇതുപോലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൂടെ അതല്ലെങ്കിൽ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടുള്ള പ്രതികരണമായി അവരവരുടെ അഭിപ്രായങ്ങളായി നമ്മൾ ഓരോരുത്തരും പറയേണ്ടതുണ്ട് എന്ന് പറയുന്ന വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഞാൻ ഈ സംസാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ നടത്തിക്കൊണ്ടിരുന്ന സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് പരിശ്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാധ്യത ഞാൻ അവശേഷിപ്പിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും അത് ബുദ്ധിയുള്ള മനുഷ്യർക്കാണ്, അല്ലെങ്കിൽ സംഖ്യകൾ എന്ന് പറയുന്ന വിഭാഗത്തിന്, അല്ലെങ്കിൽ BJPക്കാർക്കാണ്. രാഷ്ട്രീയമായി എന്തെങ്കിലും തരത്തിൽ ഗുണമാക്കാൻ സാധിക്കുമോ എന്ന നിലയിലുള്ള ഒരു സാധ്യത തന്നെ ഉയർത്തി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് മാത്രമാണ്. 95% നമ്മുടെ ഇവിടെ സംഭവിച്ചിട്ടുള്ള വീഡിയോകളും ഉറപ്പായിട്ടും അത് അവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന നിലയിലുള്ള സംസാരങ്ങളാണ്. അപ്പോൾ ഞാനൊരു പക്ഷപാതിയായിട്ടുള്ള ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേശീയവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അല്ലാതെ സംഖ്യകൾക്ക് വേണ്ടി അവരുടെ ഒരു അപ്രഖ്യാപിത വക്താവായി നിന്നുകൊണ്ടുള്ള സംസാരങ്ങളൊന്നുമല്ല ഞാൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും ഒരു വ്യക്തിയായി, ഒരു സ്വകാര്യ വ്യക്തിയായി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പരിമിതികളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷിയുടേതായിട്ടുള്ള സഹകരണമോ പിന്തുണയോ സംരക്ഷണമോ ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ലഭിച്ചു എന്ന് വരില്ല. കാരണം വഴിയരികിൽ നിൽക്കുന്ന ഒരു മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് അത് ഏത് മാങ്ങാപ്രിയനും, അതുവഴി സഞ്ചരിക്കുന്ന ഏത് മാങ്ങാപ്രിയനും അതിൻ്റെ ഫലം നുകരാം. അതിനൊരു അവകാശി, ആ മാവിനൊരു അവകാശിയില്ല, അതൊരു പൊതു സ്വത്താണ് എന്ന് പറയുന്നത് പോലെയാണ്. പോങ്ങൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ സൗജന്യമായി പലപ്പോഴും പല കാര്യങ്ങളും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ആവശ്യക്കാർക്ക് എടുക്കാം, ഉപേക്ഷിക്കുകയും ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. കേൾക്കാതെയും പോവാം, കേട്ടും പോകാം എന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ ഇവൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തരത്തിൽ കാമ്പോ കഴമ്പോ ഉണ്ട്, ഇതെനിക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോകുന്നതിനകത്തും കുറ്റം പറഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല ഞാൻ. അതായത് ചില പേജുകളെക്കുറിച്ച്, ചില ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില പേജുകളെക്കുറിച്ചും അതല്ലെങ്കിൽ നവമാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ചുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പരാതിയായിട്ടല്ല പറയുന്നത്, പരിഭവമായിട്ടുമല്ല പറയുന്നത്. ഈ പോരാളി ഷാജിയെ തള്ളിപ്പറയേണ്ടി വന്നു ജയരാജന്മാരിലൊരുവന്. സുധാകരനും അത് ചെയ്തു. എന്താ പോരാളി ഷാജി സഖാവല്ലേ, അല്ലെങ്കിൽ അന്തംഗമ്യല്ലേ? ആണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യുക എന്നുള്ളതല്ല. പകരം ആ പാർട്ടിയുടെ അണികളെയും അനുഭാവികളെയും ആ ഒരു പേജിലേക്ക് ആകർഷിച്ചു വരുത്തി അവർക്ക് പണമുണ്ടാക്കുക. പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പോരാളി ഷാജിയിൽ നിന്ന് സംഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജയരാജനും സുധാകരനും ഒക്കെ ആ നിലയിലേക്ക് പ്രതികരണങ്ങൾ നടത്തേണ്ടി വരുന്നത്, കൈയൊഴിഞ്ഞ മട്ടിൽ. ഇതെല്ലാ പ്രസ്ഥാനത്തിലുമുണ്ട്, സംഖ്യകളുടെ കാര്യത്തിലുമുണ്ട്, കൊങ്ങികളുടെ കാര്യത്തിലുമുണ്ട്, കമ്മികളുടെ കാര്യത്തിലുമുണ്ട്. ഓരോരുത്തരുടെ ബുദ്ധിയാണ്, അതൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കച്ചവട ബുദ്ധിയാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പലപ്പോഴും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ, ഈ സംഘി ഗ്രൂപ്പുകളൊക്കെ തന്നെ പോങ്ങൻ്റെ വീഡിയോകൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇഷ്ടം പോലെ രീതിയിലുള്ള കാഴ്ചകളും അതുവഴി വരുമാനങ്ങളും ഉണ്ടാക്കാറുണ്ട്. പോങ്ങൻ്റെ പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല, അതിലെനിക്ക് പരാതിയുമില്ല, പരിഭവവുമില്ല. പക്ഷെ ഞാനത് സൂചിപ്പിച്ചിരുന്നു, അതെൻ്റെ ബോധത്തിൽ നിന്നാണ്. ഇത് ചെയ്യുന്നത് ശരിയല്ല. ഇതൊരു തരം പോരാളി ഷാജിമാരുടെ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘി ഗ്രൂപ്പുകളോടുള്ള പോങ്ങൻ്റെ ഒരു അനുഭാവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദേശീയ ബുദ്ധിയാണ്. പോങ്ങൻ്റെ ദേശീയതയോട് ഏറ്റവും അധികം ചേർന്ന് പോകാൻ കഴിയുന്ന കൂട്ടരായതുകൊണ്ടാണ് ഇനിയും പോങ്ങൻ ആ നിലയിൽ തന്നെ ആയിരിക്കും സംസാരിക്കുക. കാരണം എൻ്റെ ദേശീയ ബുദ്ധി നഷ്ടപ്പെടാത്തടത്തോളം കാലം സംഘികൾക്ക് അനുകൂലമാകുന്ന നിലയിൽ എനിക്ക് സംസാരിച്ചേ മതിയാകൂ.
അത് സത്യമാണ്. പക്ഷേ ഞാൻ അതിനകത്ത് പറയുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഏതാനും വ്യക്തികളോടോ എനിക്ക് പ്രത്യേകിച്ച് ഒരു കൂറുമില്ല. എൻ്റെ കൂറെന്ന് പറയുന്നത് ഈ രാജ്യത്തോട്, ആ രാജ്യത്തോടുള്ള കൂറെന്ന് പറയുന്നത് എനിക്ക് എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നത് ഈ രാജ്യമായതുകൊണ്ടാണ് ഈ രാജ്യത്തോട് എനിക്ക് സ്നേഹം. ഞാൻ പാകിസ്ഥാനിലായിരുന്നുവെങ്കിൽ പാകിസ്ഥാനിലെ ഒരു സംഖ്യയായി മാറുമായിരുന്നു. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചാൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു സംഖ്യയായി മാറുമായിരുന്നു. ഞാൻ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തെ സംഖ്യയായി മാറുമായിരുന്നു. പക്ഷെ അവിടെ വലിയ അനീതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കും എന്നുള്ളത് അത് എൻ്റെ ഒരു സ്വാതന്ത്ര്യ ബുദ്ധിയിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ എനിക്ക് ദുസ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിനെ പ്രതിഷേധ ബുദ്ധിയോടുകൂടി കണ്ടേക്കും. കാരണം ഒരു മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസത്തിൻ്റെയോ പുറകെ പോകാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ ഭാരതത്തിൽ നിന്നാണ് എനിക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാം എനിക്ക് നൽകുന്നത് ഭാരതമാണ്. ഞാൻ ഇവിടുത്തെ ജീവിതത്തിൽ സംതൃപ്തനാണ്. എനിക്ക് ഈ നാട് ഇതേപോലെ നിലനിന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും സംസാരിക്കുന്നത്. അപ്പോൾ ഈ സംഘികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ പലപ്പോഴും പോങ്ങനെ എന്നിട്ട് പോങ്ങനെ അവർ ഉപദേശിക്കുന്നുമുണ്ട് കർമ്മം ചെയ്യേണ്ടത് ഫലം നോക്കാതെയാണെന്ന്. പക്ഷെ പോങ്ങൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് യാതൊരു നാണക്കേടുമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അസൂയക്കാരനായി, കുശുംബനായി, സ്വാർത്ഥനായി, ധനമോഹിയായി മാറുന്നു. ഇനി ഈ ധനമോഹത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടുകൂടി അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നുണ്ട് ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി അതിനുശേഷമാണ് ഇത്തരം നാവാട്ട് നടത്തുന്നതെന്ന്. അല്ല, എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ അടുത്ത നാളുകളിൽ ഒരു കാര്യം നടന്ന സംഭവത്തെക്കുറിച്ച് പറയാം. നമ്മുടെ പൊതു തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. ആവർത്തിച്ചുള്ള വിളി വന്നതുകൊണ്ടാണ് എടുത്തത്. സാധാരണ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള വിളികൾ ഞാൻ എടുക്കാറില്ല. തുടർച്ചയായിട്ട് വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. അതൊരു പരസ്യ ഏജൻസിയിൽ നിന്നാണ്, ഒരു PR കമ്പനിയിൽ നിന്നാണ് ആ വിളി വന്നത്. അവരുടെ ആവശ്യം ഇതായിരുന്നു: മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ത്രീ അനുകൂലമായി സംസാരിക്കുന്നതിന് എത്രയാണ് എൻ്റെ ചാർജ്, ഞാൻ എങ്ങനെയാണ് ഈടാക്കുന്നത്. ഇതെല്ലാ പാർട്ടിയും ചെയ്യുന്ന കാര്യമാണ്. പൊതുവെ എൻ്റെ സംസാര രീതി ഇതിനനുകൂലമാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവരെന്നെ ആ ഒരു ഗണത്തിൽപ്പെടുത്തിയത്. എന്തായാലും ഇൻഫ്ലുവൻസറാണ് ഞാനെന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നിയെങ്കിൽ പോലും ഞാൻ അവരോട് പറഞ്ഞത് ഞാനങ്ങനെ പണം വാങ്ങി സംസാരം തുടങ്ങിയിട്ടില്ല. അങ്ങനെ തുടങ്ങാനുള്ള ഉന്നവും എനിക്കില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ദേശീയ ബുദ്ധിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അദ്ദേഹത്തെ എന്തെങ്കിലും നിലയിൽ അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പണം വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല. ഞാനത് ചെയ്യുന്നത് ശരിയുമല്ല. ഇനി എൻ്റെ രാഷ്ട്രീയ ബുദ്ധിക്കും എൻ്റെ സാമാന്യ ബോധത്തിനും എതിരായി നിൽക്കുന്ന ഒരു കാര്യം പണം തന്നതുകൊണ്ട് എനിക്ക് പറയാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആ ഒരു പരാമർശം നിങ്ങൾ നടത്തിയത് ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. പക്ഷേ എനിക്ക് ഈ കാര്യം ചെയ്യാൻ എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ ആ ഏജൻസിയോട് പറഞ്ഞു. അത് പോങ്ങൻ്റെ ഒരു മനോഭാവമാണ്. ഈ വിളിച്ച വ്യക്തിക്ക് ഞാൻ പരസ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന കാലം മുതൽ എന്നെ അറിയാം. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പരിചയപ്പെട്ടു. എൻ്റെ സംസാരത്തോട് അദ്ദേഹത്തിനൊരു മതിപ്പ് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എൻ്റെ സഹ ഇൻഫ്ലുവൻസർമാരായിട്ട് അവർ പെടുത്തിയിരിക്കുന്ന ആളുകൾ അത്യാവശ്യം കനപ്പെട്ട തുക വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് വാങ്ങുന്നതിൽ തെറ്റില്ല എന്നെന്നെ ഉപദേശിച്ചു. സ്വാഭാവികമായും ആ പേരുകളും അല്ലെങ്കിൽ അത്തരം ആളുകളെയും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് അവരോടൊക്കെയുള്ള എൻ്റെ ബഹുമാനം താണുപോയതാണ് ആ ഒരു സംസാരം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഫലം. എനിക്കെന്നോടുള്ള ബഹുമാനം, എനിക്കെന്നോടുള്ള ആദരവ്, എനിക്കെന്നോടുള്ള പ്രിയം, എനിക്കെന്നോടുള്ള സ്നേഹം അത് പൊങ്ങച്ചം കൊണ്ടല്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഇവിടെ സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കെന്നോടുള്ള ഒരു ബഹുമാനം, ഇഷ്ടം ഇടിഞ്ഞു പോവാതിരിക്കാൻ പണം വാങ്ങി ഞാൻ പറയാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല. ആ ഫോൺ സംസാരം അവിടെ അവസാനിച്ചതിന് ശേഷം അടുത്ത കോള് പോയത് ഷിനോ ടീം എന്ന് പറയുന്ന എൻ്റെ കൂടെ പാലാ സെൻറ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരുവനായിട്ടുള്ള ഷിനോയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത് 200 രൂപയാണ്. അടുക്കളയിൽ കയറാൻ മടിയാണ് ഇന്ന്, എന്തെങ്കിലും വാങ്ങി കഴിക്കുക എന്നുള്ള ഉന്നം എനിക്കുണ്ട്. ചപ്പാത്തി മേടിക്കാൻ ഒരു 200 രൂപ നീ ഇങ്ങോട്ടേക്ക് ഇടാൻ പറഞ്ഞു. ഈ സംസാരത്തിന് ശേഷമാണ് ഒരിടത്ത് കനപ്പെട്ട ഒരു തുക കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചത് ഷിനോയെയാണ്, എൻ്റെ സുഹൃത്തിനെയാണ് വിളിച്ച് ചോദിച്ചത് 200 രൂപയാണ് ചപ്പാത്തി വാങ്ങാൻ. അത് പോങ്ങിന് സാധിക്കും, വളരെ നിഷ്പ്രയാസം, നൈരാശ്യമില്ലാതെ സാധിക്കും. അതാണ് എനിക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഊർജം, ഈ സ്വഭാവം.
അത് വിഡ്ഢിത്തമാണ് എന്നുള്ളത് 99.99% ആളുകൾ പറയും. അവരെ എതിർക്കാനും ഞാനില്ല. അതാണ് ശരി. ഇന്നത്തെ കാലം അതാണ്. ഇന്നത്തെ ഇൻഫ്ലുവൻസർമാർ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നവർ പണത്തിനു വേണ്ടിയാണ് കുരയ്ക്കുന്നത്. സംഘികളുടെ പണം വാങ്ങിക്കൊണ്ട് സംഘികൾക്ക് വേണ്ടി പറയുന്നവന്മാരെ സംഘികൾ തലയിൽ ചുമക്കുന്നത് പോങ്ങൻ കണ്ടപ്പോൾ പലപ്പോഴും അമർഷം തോന്നിയിട്ടുണ്ട്. അസൂയയല്ല, അമർഷം. ഈ പാവങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്നതിലുള്ള നീരസം ഞാൻ അവർക്ക് വേണ്ടി കിടന്ന് കുരച്ചിട്ടുണ്ട്. അവരെയാണ് എന്നെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളത്. ഞാൻ ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഈ സംഘികളുടെ എന്നോടുള്ള പല മനോഭാവങ്ങളും കാണുമ്പോൾ ഒരുത്തൻ പോലും ആത്മാർത്ഥമായിട്ട് നമ്മുടെ വീഡിയോ, കാരണം എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വീഡിയോ ചെയ്യുന്നത് വഴിയാണ്. ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതല്ലാതെ ഒരു രൂപ പോലും ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാനത് ചെയ്യുന്നില്ല, ഒരു സംസാരവും നടത്തുന്നില്ല. എങ്കിൽ പോലും ഈ വീഡിയോ കഴിഞ്ഞ ഇത്രയും കാലം സംസാരിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞ വിഷുവിന് 10,000 രൂപ വിഷുക്കൈ നീട്ടം കിട്ടി. അതൊരു കഥയാണ്. ഒരു പോറ്റി തന്നതാണ് 10,000 രൂപ. നമ്മുടെ സ്ഥിര കാഴ്ചക്കാരനാണ്. എല്ലായ്പ്പോഴും അദ്ദേഹം കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു സാധുവാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹം എൻ്റെ GPay നമ്പർ കിട്ടാൻ പഠിച്ച പണി 18 നോക്കി. പല ആവർത്തി എനിക്ക് അത് വ്യക്തിപരമായി അത്രമാത്രം കേൾക്കാൻ താല്പര്യമുള്ള മനുഷ്യരുടെ മുന്നിൽ അത് തീർച്ചയായിട്ടും പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ കഥ പറയണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുകയും ചെയ്താൽ മതി, താല്പര്യക്കാർക്ക്. പിന്നെ ഞാൻ ഈ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിനു വേണ്ടിയിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, സാമൂഹ്യ ജീവി എന്ന നിലയിലുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ പോങ്ങൻ്റെ വീഡിയോകൾ കട്ട് ചെയ്തുകൊണ്ട് ഇട്ടതിന് ശേഷം അതിൽ നിന്ന് ലക്ഷക്കണക്കിന് കാഴ്ചകൾ ഉണ്ടാക്കിയതിന് ശേഷം ആയിരക്കണക്കിന് രൂപ സമ്പാദിച്ചതിന് ശേഷം എൻ്റെ ഇവിടെ വന്ന് എന്നെ വിമർശിക്കരുത്. അങ്ങനെ ചെയ്ത് കണ്ടതുകൊണ്ട് പറയുകയാണ്. ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് സംസാരിക്കുന്ന ആളുകളിൽ ഒരുത്തൻ പോലും പറഞ്ഞിട്ടില്ല ഇത് പോങ്ങൻ്റെ വീഡിയോ ആണല്ലോ എന്ന്. ഞാൻ പറയട്ടെ, എൻ്റെ മാത്രമൊന്നുമല്ല അവർ കട്ട് ചെയ്തിരുന്നത്, ബാക്കി പല വ്യക്തികളുടെയും കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇടുന്ന ആളുകളുടെ ഒക്കെ അവരൊക്കെ സുപ്രസിദ്ധരാണ്. പോങ്ങൻ അങ്ങനല്ല. അവർ കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്നുണ്ട്, ഈ പറഞ്ഞ വ്യക്തികൾക്ക് കിട്ടും. എനിക്ക് ലഭിക്കില്ല, കാരണം എൻ്റെ രൂപം അത്ര കണ്ട് പരിചിതമല്ല, ഞാൻ സുപ്രസിദ്ധനല്ല. അപ്പോൾ ഇന്ന ആളാണെന്നൊന്ന് ഒരു പരാമർശം നടത്തുകയാണെങ്കിൽ കുറച്ച് കാഴ്ചകൾ ഇവിടേക്ക് വരും. ഞാൻ ചപ്പാത്തി മേടിക്കാൻ കൂട്ടുകാരൻ്റെ അടുത്ത് 200 രൂപ തെണ്ടേണ്ട കാര്യം വരില്ല എനിക്ക്. ആ മര്യാദ കാണിക്കാൻ പോലും മനസ്സില്ലാത്ത മനുഷ്യരാണ് സംഘികൾ എന്ന് പറയുമ്പോൾ ഈ ഉണ്ണി മുകുന്ദനെ പോലുള്ള ആൾക്കാരെ പിന്തുണച്ച് നിങ്ങൾ അവരെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഉള്ളിലെ ഹൃദയവേദന കൊണ്ടാണ്. അത് വ്യക്തിപരമായിട്ടുള്ള ഇതല്ല, ഇതാണ് മനോഭാവം. സംഘികളുടെ മനോഭാവം ഇതാണ്. ചീഞ്ഞു കഴിഞ്ഞാൽ സുടുക്കളെക്കാൾ കൂടുതൽ ചീത്ത പറയുന്നവരാണ് സംഘികൾ. സംസ്കൃതീകരിക്കപ്പെട്ട സംഘികൾ എന്ന് നമ്മൾ പറയുന്ന കൂട്ടർ. അത് പറയാൻ എനിക്ക് ഭയമില്ല. ഊമ്പിയാലും നമ്പി ജീവിക്കില്ല ഒരുത്തനെയും പോങ്ങൻ, കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ കിടന്ന് കുരയ്ക്കുന്നത്. ദേശീയ ബുദ്ധിയിൽ നിന്നാണ് ഞാൻ ഇത് എൻ്റെ ഇവിടുത്തെ കുര. അത് നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. അതുകൊണ്ട് നിങ്ങളെന്നെ പാഠം പഠിപ്പിക്കാൻ വരരുത് എന്നാണ് പോങ്ങൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. നിങ്ങളെയൊക്കെ എന്നും സ്നേഹത്തോടു കൂടി തന്നെ, സ്നേഹാദരങ്ങളോടുകൂടി തന്നെ, സാഹോദര്യ ബുദ്ധിയോടുകൂടി തന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ വിഡ്ഢികളാക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ആളുകളിൽ നിന്ന് ഈ പണിക്ക് പണം വാങ്ങി നാവ് വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം അങ്ങനെ പറയുന്നവരെ സംഘികളായി മുദ്രകുത്തി നിങ്ങൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിഡ്ഢികളാകുന്നതിലുള്ള വേദന ഒളിഞ്ഞും തെളിഞ്ഞും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അസൂയ കൊണ്ടല്ല, അമർഷം കൊണ്ട്, സഹജീവികളോടുള്ള സ്നേഹം കൊണ്ട്, സഹോദര ബുദ്ധിയോടുകൂടിയുള്ള എൻ്റെ പ്രതിഷേധമാണ് ആ കാര്യങ്ങൾ. അതൊന്നും സ്വാർത്ഥത പറച്ചിലല്ല. ഇതൊന്നും കേൾക്കാൻ പോലും നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. പക്ഷേ ഞാനിവിടെ പരസ്യ പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തിയായി പോയതുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പലരും വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തോ കാര്യമായിട്ട് വാങ്ങി എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ സംഘിപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ചെയ്യേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതും നിങ്ങൾക്ക് അനുകൂലമാണെന്ന് തോന്നുകയാണെങ്കിൽ മതി. പലപ്പോഴും അങ്ങനല്ല ചെയ്തിട്ടുള്ള. ഏറ്റവും സംഘികൾക്ക് ഗുണമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ടേ ഉള്ളൂ. ഇവിടെ വന്ന് കണ്ടിട്ടില്ല. അങ്ങനെ പോലും ഞാൻ നന്നായി പോകരുതെന്ന് പറയുന്ന വളരെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം വെച്ച് പുലർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും പെരുമാറിയിട്ടുള്ളതെന്ന് പറയുന്ന ഈ ബോധ്യം എനിക്കുണ്ട്. പിന്നെ ഇന്നിവിടെ എന്നെ കേൾക്കുന്നതിനകത്ത് കോൺഗ്രസ്സുകാരും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സഖാക്കളും ഉണ്ട്. അന്തംകമ്മികളല്ലാത്ത, അന്തംകൊങ്ങികളല്ലാത്ത, അന്തം സംഘികളല്ലാത്ത ആളുകൾ മാത്രമേ എന്നെ കേൾക്കുന്നുള്ളൂ. അതൊരു 10,000, 5,000, 6,000 ആളുകളും ഉണ്ടാവും. അതെന്നുമുള്ള ആൾക്കാർ തന്നെയാണ്. ബാക്കി മുഴുവൻ ഏതെങ്കിലും ഒരു ഇസത്തിൻ്റെ പുറകിൽ അടിമ ബുദ്ധിയോടുകൂടി നിൽക്കുന്നവർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിൽ അലോസരമായി മാറുന്നത്. ആത്മവിമർശനം വേണം.
ആരെങ്കിലും എന്തെങ്കിലും ഒരു വിമർശന ബുദ്ധിയോടുകൂടി സംസാരിച്ചാൽ അവനെ തുണി പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല. എന്നെ ഇവിടെ എന്തെല്ലാം ആളുകൾ വന്ന് പറയുന്നുണ്ട്, ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. ചിലതിനോട് മോശമായി ഞാൻ പ്രതികരിക്കും, ചിലതിനോട് ഞാൻ വളരെ സൗഹൃദ ബുദ്ധിയോടുകൂടി സഹകരണ ഭാവത്തോടുകൂടി അത് ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറാനോ പ്രവർത്തിക്കാനോ എനിക്ക് വേണ്ടുന്ന തിരുത്തലുകൾ വരുത്താനോ ഞാൻ ശ്രമിക്കാറുണ്ട്. കുറേയൊക്കെ ജയിക്കാറുമുണ്ട്, കുറേയൊക്കെ പരാജയപ്പെട്ടും പോവാറുണ്ട്. പക്ഷേ ഇത് ചെയ്യണം നിങ്ങളൊക്കെ. കാരണം ഈ വിജയം വിലയ്ക്ക് വാങ്ങരുത്. കാശുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ട് വിജയം വിലയ്ക്ക് വാങ്ങാം. ഇനിയിപ്പോൾ ഇവിടെ ഇതുപോലെ സംസാരിക്കുന്നവരെ ആരെയും ആവശ്യം കാണില്ലായിരിക്കാം. ഇവരോട് ആരോടും പ്രത്യേകിച്ച് ഇവരെ ഒന്നും വളർത്തിവിടണ്ട, ഞങ്ങളായിട്ടങ്ങനെ വളർത്തിവിടണ്ട. നിങ്ങളിങ്ങനെ കാശ് കൊടുത്ത് കുറേ ആളുകളെ എടുത്ത് അങ്ങനെ വിജയം പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് ജൈവ വിജയമാവില്ല, അത് നിലനിൽക്കാനും പോകുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ സംഘികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിജയം വേണമെന്നുണ്ടെങ്കിൽ ആ വിജയം പ്രവർത്തിച്ച് നേടിയെടുക്കണം. അതല്ലാതെ വില കൊടുത്ത ആ വിജയം വാങ്ങരുത്. അതിനുള്ള ശേഷി ചിലപ്പോൾ കണ്ടേക്കും. കേരളത്തിൽ വിജയിക്കാൻ വില കൊടുത്താൽ മതി വിജയം കീശയിലാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഷ്ടമാണ്. പോകനെ പോലുള്ള വളരെ ആത്മാർത്ഥമായി കാശ് വാങ്ങിയിട്ടല്ല, ഉള്ളിൽ തട്ടി അവരവരുടെ ഇസങ്ങൾ കൊണ്ട്, അവരവരുടെ ദേശബുദ്ധി കൊണ്ടും രാജ്യസ്നേഹം കൊണ്ടും എന്തെങ്കിലും ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പുച്ഛിച്ച് അവഗണിച്ച് പരിഹസിച്ച് നിന്ദിച്ച് നിങ്ങളൊക്കെ കാശ് കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം കാശ് കൊടുത്ത് ഏതവനെയെങ്കിലും നല്ല നാവുബലമുള്ളവനെ വാടകയ്ക്കെടുത്ത് അവനെ കൊണ്ട് കുരപ്പിച്ച് അവൻ്റെ ആസനമെടുത്ത് തലയിൽ വെച്ച് നാറി നടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് പോങ്ങനെ പോലുള്ള ശുദ്ധബുദ്ധിയോടുകൂടി 5 പൈസ വാങ്ങാതെ ഈ രാജ്യത്തിനെ ഓർത്തുകൊണ്ട് ഈ സമൂഹത്തെ പ്രതി ആരെങ്കിലും കുരയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ കല്ലെറിയാതിരിക്കാനുള്ള സന്മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. അത്രയെങ്കിലും ബുദ്ധി നിങ്ങൾ കാണിക്കണം. അതേ പോങ്ങൻ പറയുന്നുള്ളൂ. അതുമാത്രമേ പോങ്ങന് പറയാനുള്ളൂ. ഈ കാര്യത്തിൽ കുറച്ചധികം സംസാരമായി, 10-20 മിനിറ്റായി. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. പറഞ്ഞു വന്നത് കാശ് വാങ്ങിയിട്ടല്ല ഞാനിവിടെ കിടന്ന് കുരയ്ക്കുന്നത്. പിന്നെ എനിക്കൊരു ഊണ് തരപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് പറയാനുള്ള അവകാശമില്ലാത്തത് കൊണ്ട് മാത്രം ഒരു ഊണ്. ആ ഊണ് ഞാൻ ഇത്രയും കാലം കുരച്ചതിൻ്റെ കൂലിയായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. അതൊരു വ്യക്തി എന്ന നിലയിൽ നിഷേധിക്കാൻ വയ്യാത്ത നിലയിലായിപ്പോയി എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ പലപ്പോഴും എനിക്കത് വിശദീകരിക്കാനുള്ള ഒരു അനുമതിയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. പലർക്കും പല കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ട്, പക്ഷേ ഞാനായിട്ടത് പറയില്ല. കാരണം അതിനുള്ള അനുമതി എനിക്കില്ലാത്തത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും മറ്റൊരാൾ പറയുന്നതിനെ, എന്നെ ആരെങ്കിലും വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനതൊരിക്കലും പിന്നെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാനത് ആ വിശ്വാസ വഞ്ചന ചെയ്യില്ല. ഒരു രഹസ്യമായിട്ടിരിക്കേണ്ട കാര്യം രഹസ്യമായിട്ട് ഇരിക്കും. എന്നിലൂടെ അത് പരസ്യപ്പെടില്ല. പക്ഷേ പലർക്കും അത് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ആ ഊണ് ഉണ്ടതിൻ്റെ പേരിൽ പോലും ഞാൻ ഒരിക്കലും എന്നെ വിൽക്കില്ല. കൃതജ്ഞതയുണ്ടാവും, സ്നേഹമുണ്ടാവും, ആത്മാർത്ഥതയുണ്ടാവും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ അത് ഉണ്ടതും കൂലിയായിട്ടല്ല. എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ ഉന്നതമായ ഒരു ക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നിരസിക്കാൻ കഴിയാത്ത ഒരു ക്ഷണത്തിന് മുന്നിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ പെട്ടുപോകും. നമുക്കൊരിക്കലും നിരസിക്കാൻ കഴിയാത്ത തരത്തിൽപ്പെട്ട ചില വിളികളുണ്ടാവും, ക്ഷണങ്ങളുണ്ടാവും. നമ്മൾക്ക് പറ്റില്ല, മറുത്തു പറയാൻ കഴിയില്ല. അങ്ങനെ പോയത് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപയും ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്ക് പോറ്റി തന്ന 10,000 രൂപ വിഷുക്കൈ നീട്ടമല്ലാതെ, പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 10,800 ചില്ലുവാനും രൂപ അതല്ലാതെ നമ്മുടെ മറ്റേ ഇതിലൂടെ ആൾക്കാർ അയച്ചു തന്നതല്ലാതെ ഞാൻ 1 രൂപയും ഇവിടുന്ന് കൈപ്പറ്റിയിട്ടില്ല. 1 രൂപയും കൈപ്പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹകരിക്കാൻ ഇനി അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതല്ല ഈ സംസാരം, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്നുള്ളൊരു ബോധ്യം. അത് ആർക്കും പ്രയോജനമില്ല. എനിക്കും പ്രയോജനമില്ല, നിങ്ങൾക്കും പ്രയോജനമില്ല, ഒന്നിനും പ്രയോജനമില്ല. ഒരു ഇസത്തിനും പ്രയോജനമില്ല, ദേശത്തിനും പ്രയോജനമില്ല, രാജ്യത്തിനും പ്രയോജനമില്ല, സമുദായത്തിനും പ്രയോജനമില്ല, സമൂഹത്തിനും പ്രയോജനമില്ല, മനുഷ്യർക്കും പ്രയോജനമില്ല. വെറുതെ ഞാൻ കിടന്ന് കുരയ്ക്കുകയാണ്. എനിക്കും ഗുണമില്ല ഇതുകൊണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും പോങ്ങെന്ന് പറയുന്ന ഈ വ്യക്തിയോട് അല്പമെങ്കിലും ഒരു സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സഹകരിച്ചേക്കുക, കൂടെ നിന്നേക്കുക. നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യേണ്ട, നിങ്ങൾ ലൈക്കും വേണ്ട, നിങ്ങൾ ഷെയറും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. വല്ലപ്പോഴും വന്ന് എന്നെ ഒന്ന് കാണുക, അത്രയെങ്കിലും ചെയ്യുക. ഒപ്പം നിൽക്കുന്നവനെ കല്ലെറിയാതിരിക്കുക, കളിയാക്കാതിരിക്കുക. കൗശലക്കാരെയും കാപട്യക്കാരെയും കള്ളന്മാരെയും അവരുടെ കുണ്ടിയെടുത്ത് തലയിലോട്ട് വെച്ച് അങ്ങനെ ഓഹോ 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 എന്ന് പറഞ്ഞ് ചുമക്കാതിരിക്കുക. നിർത്തുന്നു.